ഹായ് ഓൾ, വെൽക്കം ടു ടൂസ് അക്കാഡമി. ടൂസ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ അല്ലേ? അങ്ങനെയെങ്കിൽ കേട്ടറ്റ് മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് ഈ ഡിസംബറിൽ നടക്കാൻ പോകുന്ന കേട്ടറ്റ് മാത്തമാറ്റിക്സിന് വേണ്ടി നിങ്ങൾ എങ്ങനെയെല്ലാം പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് കേട്ടറ്റ് കൈപ്പിടിയിൽ ഒതുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമയമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ 6 മാസം തൊട്ട് തുടങ്ങും. കഴിഞ്ഞ ജൂണിൽ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന് ഡിസംബറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 6 മാസമാണ്. പക്ഷേ ഈ 6 മാസം എന്ന് പറയുന്നത് 6 ആഴ്ച പോലും ഇല്ലാത്ത സ്പീഡിലായിരിക്കും അത് ഓടുമായിരിക്കും നമ്മുടെ ആഴ്ചകളെല്ലാം അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഓടിയല്ല, പറന്ന് പഠിക്കേണ്ടി വരും. അത്ര നന്നായി ഡീപ്പായി പഠിച്ചാൽ മാത്രമേ ഇപ്പോൾ നമുക്ക് കേട്ടറ്റ് നമ്മൾ ഡീപ്പായി പഠിക്കുകയും കോമൺ സെൻസ് യൂസ് ചെയ്ത് പഠിക്കുകയും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് കേട്ടറ്റ് നമ്മുടെ കൈപ്പിടിയിൽ ഇപ്പോൾ ഒതുങ്ങുകയുള്ളൂ. നമ്മൾ കേട്ടറ്റ് മാത്തമാറ്റിക്സ് ഡിസംബർ 2024 എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഏതൊക്കെ ഏരിയാസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ എക്സാമിൻ്റെ സിലബസ് വളരെ കൃത്യമായി പഠിക്കുക. സിലബസിൽ ഏതെല്ലാം പോർഷൻസ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് റെഫർ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു 50% നമ്മുടെ ജോലി കഴിഞ്ഞു. ആ 50%, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ അറിയാം എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് സമയമില്ല എങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ളവരാണ് എങ്കിൽ ആ പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതായത് അന്നേരം നമുക്ക് കിട്ടുന്ന മാർക്ക്, ക്വസ്റ്റ്യൻ ചോദിക്കില്ലെന്നല്ല പറഞ്ഞത്, അതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും വളരെ കുറച്ച് മാർക്ക് മാത്രമേ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഇതെല്ലാം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് നമ്മുടെ സിലബസിലേക്ക് കടന്നാലോ. അരിത്മെറ്റിക് എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. കേട്ടറ്റ് സിലബസിൽ കണ്ടന്റ് ഉണ്ട്, പെഡഗോഗി ഉണ്ട്. കണ്ടന്റിന് 50 മാർക്ക്, പെഡഗോഗിക്ക് 30 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ടോട്ടൽ 80 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന കണ്ടന്റിലെ ആദ്യത്തെ ടോപ്പിക്കാണ് അരിത്മെറ്റിക് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് സീക്വൻസസ് ആൻഡ് സീരീസ് ഉണ്ട്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്, ജിയോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട്. 3 ടോപ്പിക്കും സിമ്പിളാന്ന് മാത്രമല്ല അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായും ചോദിക്കാറുമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് വേണം പഠിക്കാൻ. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ സ്കോർ ചെയ്യാൻ, നമുക്ക് മാർക്ക് ഉറപ്പായും കിട്ടുമെന്ന് പറയുന്ന ഒരു ഏരിയയാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ജിയോമെട്രിക് പ്രോഗ്രഷനും ഇമ്പോർട്ടൻ്റ് ആണ്, അരിത്മെറ്റിക്കിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ കുറച്ചുകൂടി സ്ട്രെസ് കുറച്ച് പഠിച്ചാൽ മതി. സീക്വൻസസ് ആൻഡ് സീരീസിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളൂ. അത് നമ്മൾ ഒരുപാട് സമയം എടുത്ത് പഠിച്ചില്ലെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ട്രിക്സ് യൂസ് ചെയ്ത് നമ്മുടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഏരിയ യൂസ് ചെയ്യാം. അടുത്തതാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്. ഓൾജിബ്രയിൽ ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, പോളിനോമിയൽസ്, ബൈനോമിയൽ തിയറം. ഇതിൻ്റെ അകത്ത് ഒബ്വിയസ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പോളിനോമിയൽസും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസുമാണ്. ഇതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബൈനോമിയൽ തിയറത്തിൽ നിന്ന് വളരെ ഇടയ്ക്ക് മാത്രം ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ മാക്സിമം ചോദിക്കാറുള്ളൂ. അതിൽ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ പോളിനോമിയൽസും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഉറപ്പായും മാർക്ക് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാതെ കിട്ടുന്ന ഒരു ഏരിയയാണ് ഓൾജിബ്രയിലെ ക്വാഡ്രാറ്റിക് ആൻഡ് പോളിനോമിയൽസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്. അടുത്തത് വരുന്നത് ട്രിഗ്നോമെട്രി ആണ്. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഉണ്ട്, ആപ്ലിക്കേഷൻസും ഉണ്ട്. ട്രിഗ്നോമെട്രി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ +1 +2 ലെവലിലേക്ക് ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷനിലേക്കൊന്നും പോകണ്ട. സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടാണ് കേട്ടറ്റിന് ഇതുവരെ ട്രിഗ്നോമെട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ഷുവറായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആൻസർ ചെയ്യാൻ സാധിക്കും. ഒരു 2 ചോദ്യമെങ്കിലും എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. സിമ്പിളാണ്, അതുകൊണ്ട് ഇതെന്ത് ചെയ്യണം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോകണം. അടുത്തത് ജിയോമെട്രിയാണ്.
സത്യത്തിൽ 50 മാർക്ക് കണ്ടന്റിൽ ചോദിക്കുന്നത് ഒരു 20 മാർക്കിൽ കൂടുതൽ ജോമെട്രിയിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നുണ്ട്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ജോമെട്രി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോമെട്രിയിൽ നിന്ന് വരുന്ന ജോമെട്രി എന്ന് പറയുന്ന ഏരിയയും ജോമെട്രിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ സർക്കിൾസ് എന്ന് പറയുന്ന ഭാഗം അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കിൾസിൻ്റെ ഓരോ പ്രോപ്പർട്ടിയും എടുത്ത് അതിനെ ഓരോ പ്രോപ്പർട്ടീനെയും ബേസ് ചെയ്തിട്ട് കണ്ടന്റിലായിക്കോട്ടെ പെഡഗോഗിയിലായിക്കോട്ടെ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമാണ്. സർക്കിൾസും ട്രയാങ്കിൾസിനെ കുറിച്ചിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം ഈ ജോമെട്രിയിൽ വരുന്നതാണ്. അതുപോലെ സോളിഡ്സ്, പോളിഗൺസ്, കോർഡിനേറ്റ് ജോമെട്രി, കോണിക് സെക്ഷൻ എല്ലാ ഒരു ഏരിയ പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ലാത്തൊരു ഏരിയയാണ് ജോമെട്രി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേട്ടിട്ട് കാറ്റഗറി 3 മാത്തമാറ്റിക്സിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതാണ് ജോമെട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വളരെ ഇച്ചിരി ഇമ്പോർട്ടൻസ് കുറവ് എന്ന് തോന്നുന്നത് കോണിക് സെക്ഷനാണ്. കോണിക് സെക്ഷനിൽ നിന്ന് എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അതുകൊണ്ട് കോണിക് സെക്ഷന് കുറച്ച് ഇമ്പോർട്ടൻസ് കുറച്ച് പഠിച്ച് ബാക്കിയുള്ളതിനെല്ലാം ഇമ്പോർട്ടൻസ് കൂടുതൽ പഠിക്കണം. അതുപോലെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ജോമെട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പം കോർഡിനേറ്റ് ജോമെട്രി നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പോളിഗൺസും വലിയ തരക്കേടില്ല, അതുപോലെ സോളിഡ്സും കുഴപ്പമില്ല. നമുക്ക് ചെയ്ത് കഴിഞ്ഞ ആൻസേഴ്സ് വേഗം അത്യാവശ്യം സ്പീഡിൽ തന്നെ കിട്ടും. സർക്കിൾസിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് അവർ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മുടെ സമയം കളയുക എന്നതാണ് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഉറപ്പായും നമ്മൾ എന്ത് ചെയ്യണം, ഒരു തവണ ക്വസ്റ്റ്യൻ വായിക്കുക, കിട്ടിയില്ലേ അത് വിട്ടിട്ട് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അത് കഴിഞ്ഞ് അവസാനം മിച്ചമുള്ള സമയമാണ് ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കാമുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യന് സമയം കൊടുക്കുമ്പോൾ, ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യന് സമയം കൊടുക്കുമ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ മാർക്ക് നമുക്ക് അവിടെ മിസ്സാവുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം ജോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും 2 തൊട്ട് 3 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അത്ര ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുകയൊന്നും വേണ്ട. സിമ്പിളായിട്ടുള്ള പ്രോബബിലിറ്റിയും സിമ്പിളായിട്ടുള്ള സ്റ്റാറ്റിയുടെ ക്വസ്റ്റ്യൻസും മാത്രമേ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ഏറ്റവും അവസാനത്തെയാണ് പെഡഗോഗി എന്ന് പറയുന്നത്. പെഡഗോഗിയിൽ നമുക്ക് വ്യക്തമായ സിലബസിൽ കുറേ പോർഷൻസ് എടുത്ത് തന്നിട്ടുണ്ട്. ആ പോർഷൻസ് എല്ലാം തന്നെ പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെയാണ് പെഡഗോഗിയിൽ നിന്ന് വരുന്ന പെഡഗോഗിനെയും കണ്ടന്റിനെയും ബന്ധിപ്പിച്ചിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പെഡഗോഗിയിൽ വരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഔട്ട് ഓഫ് സിലബസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഈ സിലബസിൽ അങ്ങനെ എടുത്ത് പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പെഡഗോഗിയിൽ ഉൾപ്പെട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി കയറി വന്നിട്ടുണ്ട്. 2-3 ഏരിയാസ് കൂടുതലായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയാസൊക്കെ കുറച്ചുകൂടി ഇത്തവണ എക്സാം എഴുതാൻ പോകുന്നവർ ആ ഏരിയാസും കൂടി എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോകാൻ. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതുപോലെ കോംപ്ലക്സ് നമ്പേഴ്സ്, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മയിൽ വച്ചിട്ട് വേണം അടുത്ത എക്സാം എഴുതാൻ പോകാൻ വേണ്ടിയിട്ട്. കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ, കേട്ടറ്റ് ഡിസംബറിൽ വരുന്ന കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. HSA അതിന് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത വർഷം. അപ്പോൾ കേട്ടറ്റ് എഴുതിയെടുക്കുക എന്നത് നമ്മുടെ ഒരു എയിമാണ്, നമ്മുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പായി നമുക്ക് കേട്ടറ്റിൻ്റെ കോച്ചിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോസ് അക്കാഡമിയിൽ കേട്ടറ്റിൻ്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. കേട്ടറ്റിൻ്റെ കോച്ചിങ് മാത്രമല്ല CTET, SET, NET, HSA, HSST, VHSC, LP, UP, PSC തുടങ്ങിയ എല്ലാ കോച്ചിങ്ങുകളും നമ്മുടെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ്. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് എടുത്തിരിക്കുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ദ സം ഓഫ് ദി 8th and 13th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 124. ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഈസ്.
പറഞ്ഞിരിക്കുന്നത് 8ാമത്തെയും 13ാമത്തെയും ടേംസ് 8ാമത്തെയും 13ാമത്തെയും ടേമിൻ്റെ സമ്മ് 124 20 ടേമുകളുടെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. പല രീതിയിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്യാം. ആ ചെയ്യുന്നത് ഏത് രീതിയിലാണെങ്കിലും ആൻസർ കിട്ടും. പക്ഷെ 1 മിനിറ്റ് കൊണ്ടെങ്കിലും മിനിമം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തീർത്താലാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കാം. A8 എന്ന് പറയുന്നത് A+7D ആണ്. A13 എന്ന് പറയുന്നത് A+12D ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 124 ആണ്. എയും 2D വരും, 2A വരും, 7D + 12D 19D വരും. അതാണ് 124 എന്ന് കിട്ടിയത്. നമുക്ക് S20 അല്ലേ കണ്ടുപിടിക്കേണ്ടത്? S20 കണ്ടുപിടിക്കണം. അതിനുവേണ്ടി S20 = 20/2 n/2 ഇൻറ്റു SN എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2A + n-1 ഇൻറ്റു D ആണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും മാത്തമാറ്റിക്സുകാർ ഈ ഇക്വേഷൻ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ AN = A + n-1 ഇൻറ്റു D ആണ് ഈ ഇക്വേഷൻ. ഈ 2 ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഭൂരിഭാഗം ക്വസ്റ്റിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. 20/2 ഇൻറ്റു 2A + 19D. ഈ 2A + 19D തന്നെയല്ലേ നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് 124. 20/2 ഈസ് 10. സോ 124 ഇൻറ്റു 10 1240 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് if x plus 1/x the whole square equal to 3, then what is x cube plus 1/x cube? x plus 1/x ന്റെ സ്ക്വയർ തന്നിട്ടുണ്ട്. x cube plus 1/x cube എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. x plus 1/x whole square ആണ് തന്നിരിക്കുന്നത് അല്ലേ. x plus 1/x ന്റെ സ്ക്വയർ തന്നിട്ടുണ്ട് 3. അങ്ങനെയെങ്കിൽ ഈ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് x plus 1/x കിട്ടുമല്ലോ. സോ x plus 1/x √3 കിട്ടും. അങ്ങനെയെങ്കിൽ x ക്യൂബ് പ്ലസ് ഓർ മൈനസ് √3 ആയിരിക്കും വരുന്നത് കേട്ടോ. നമുക്ക് പ്ലസ് √3 ആകാം, അല്ലെങ്കിൽ -√3 ആകാം. ഏതെടുത്താലും നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് വരും. x ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, x plus 1/x the whole cube minus 3 ഇൻറ്റു x plus 1/x എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x plus 1/xന് √3 കൊടുക്കാം. അപ്പോൾ 3√3 എന്നല്ലേ വരിക. ഇതിൻ്റെ ഹോൾ ക്യൂബ് എടുക്കുമ്പോൾ -3 ഇൻറ്റു √3 എന്ന് വരും. 3 ഇൻറ്റു √3 എന്ന് വന്നു കഴിഞ്ഞാൽ -3 ഇൻറ്റു √3 എന്നാണിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? 3√3 -3√3 0 വരും. ഇനി ഈ x plus 1/xന് നമ്മൾ -√3 കൊടുത്താലോ? അത് കൊടുത്താലും സെയിം തന്നെയല്ലേ വരിക. x plus 1/x the whole cube ആണ് വരുന്നത്. അതായത് -√3യുടെ ഹോൾ ക്യൂബ് വരും. അതായത് എന്ത് വരും? -3√3 എന്ന് വരും. -3 ഇൻറ്റു -3√3. അപ്പോൾ +3√3 ആയിരിക്കും വരിക. ആൻസർ അഗെയിൻ 0 തന്നെ വരും. സോ ഓപ്ഷൻ സി ഇതായിരിക്കും നമ്മുടെ ആൻസർ. 0 ആയിരിക്കും ആൻസർ വരുന്നത്. ഇത് കഴിഞ്ഞ തവണ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് അതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതേ മോഡലിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണിത്. ഇതും അതിന് മുൻപ് വർഷത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും നമുക്കൊന്ന് നോക്കാം. x - 1/x = 3, then what is x square plus 1/x square? x - 1/x എന്ന് പറയുന്നത് 3 ആണ് എങ്കിൽ x square plus 1/x square നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. x - 1/x the whole square plus 2 ആണ്. അതായത് x - 1/x 3 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. +2 11 കിട്ടി. അപ്പോൾ നമുക്ക് ഈ 2 ക്വസ്റ്റ്യനിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള കുറേ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ഈ ഐഡൻറ്റിറ്റീസ് എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ട് പോകണം. അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദ പോളിനോമിയൽ p of x is equal to 4x square plus 24x plus 11, what number is p of 1/2 plus p of -1/2? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. p of x തന്നിട്ടുണ്ട്. p of x എന്ന് പറയുന്നത് 4x square plus 24x plus 11 ആണ്. സോ p of 1/2 നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് 1/2 കൊടുക്കുക. ആൻസർ എന്ത് വരും? 24 എന്ന് വരും. p of -1/2 നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ അത് അവിടെ എന്ത് ചെയ്താലും മതി, എക്സിന് -1/2 കൊടുക്കുക. ആൻസർ 0 വരും. സോ p of 1/2 പ്ലസ് p of -1/2 ആണ് നമുക്ക് വേണ്ടത്. സോ 24 + 0 24 തന്നെയായിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പോളിനോമിയൽസിൽ നിന്ന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കാറുള്ളത്.
അതുപോലെ തന്നെ ഫാക്ടർ തിയറം യൂസ് ചെയ്തിട്ടും റിമൈൻഡർ തിയറം യൂസ് ചെയ്തിട്ടും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പഠിച്ചിട്ട് പോകണം. അടുത്തത് നമുക്ക് ജോമെട്രിയിലേക്ക് കിടക്കാം. കോർഡിനേറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇത് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള, അതായത് 2024 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കേഡറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വൈ കോർഡിനേറ്റ് ഓഫ് എ ഈസ് 3. എയുടെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3 ആണ്. എയുടെ വൈ കോർഡിനേറ്റ് 3 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇത് വൈ ആക്സിസിലുള്ളൊരു പോയിന്റ് അല്ലേ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3 വന്നു. ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ബി ഈസ്, ബിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇതെന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ളൊരു പോയിന്റ് ആണ്. സോ 2 0 എന്നായിരിക്കും ഇതിൻ്റെ കോർഡിനേറ്റ് വന്നിരുന്നത്. എങ്കിൽ ഇക്വേഷൻ ഓഫ് എ ബി, ഈ എ ബിയുടെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 2 പോയിന്റ് ഫോർമുല വെച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ 2 0 എന്ന് പറയുന്നതും 0 3 എന്ന് പറയുന്നതും ഈ ഓപ്ഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അന്നേരം നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. 3x + 2y = 6 എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. സോ നമുക്ക് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 2 0 ആണ്. 2ഉം 0യും, അതായത് എക്സിന് 2ഉം വൈക്ക് 0യും കൊടുക്കുക. എന്ത് വരും? 6 തന്നെ വന്നില്ലേ? 3 × 2 ദാറ്റ് ഈസ് 6 = 6. അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആയി. ഇനി 0 3 ആണ് നമുക്ക് അടുത്തത് കൊടുക്കേണ്ടത്. സോ 0 3 എന്ന് പറയുമ്പോൾ എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ 3 × 0 എന്ന് വരും. പ്ലസ് വൈക്ക് എന്ത് കൊടുക്കുക? വൈക്ക് 3 കൊടുക്കുക. അവിടെയും 6 വന്നു. സോ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ സാറ്റിസ്ഫൈഡ് ആയി. ഇങ്ങനെയുള്ള മോസ്റ്റ് കേസസിലൊക്കെ ഫസ്റ്റ് ഓപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് ഓപ്ഷനാണ് ചാൻസ് കൂടുതൽ, നമുക്ക് ശരിയാവാനുള്ള ചാൻസ് കൂടുതൽ ഫസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്തത് സർക്കിൾസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫിഗർ ഷോസ് എ യൂണിറ്റ് സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ. വാട്ട് ഈസ് ദ ഫോളോയിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ പോയിന്റ് ബി? എ എന്ന് പറയുന്നൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ഇത് യൂണിറ്റ് സർക്കിളാന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ഏതാണ് പോയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന സർക്കിളിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റ് 0.6 0.8 എന്ന് തന്നിട്ടുണ്ട്. ഒ എ എന്ന് പറയുന്നത് 1 ആണ്. ഒ ബി എന്ന് പറയുന്നതും 1 ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതെന്ന് പറയുന്നത് 1ഉം 1ഉം ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? √2 ആയിരിക്കും. 1:1:√2. ഇത് 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ഓൾറെഡി. സോ 1:1:√2 ആയിരിക്കുമല്ലോ നമ്മുടെ ഈ ട്രയാങ്കിളുടെ റേഷ്യോ എന്ന് പറയുന്നത്. സോ എ ബി √2 ആണ്. എ ബി √2 ആണെങ്കിൽ ഇവർ തമ്മിൽ ഇതിൻ്റെ നമുക്ക് കോർഡിനേറ്റ് XY എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? x2 - x1 ² + y2 - y1 ² ആണ്. അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ എ ബി എന്ന് പറയുന്നത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ സ്ക്വയർ എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ റൂട്ട് എടുക്കണ്ട. റൂട്ട് എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആക്കും. അപ്പോൾ റൂട്ട് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. എന്ത് ചെയ്യുക? 0.6 - x² + 0.8 - y² എന്ന് പറയുന്നത് 2 ആണ്. എന്നിട്ട് നമ്മൾ ഈ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. എക്സിന് -0.8ഉം വൈക്ക് 0.6ഉം കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുക. സോ നമ്മുടെ ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇക്വേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കളയാം. കാരണം ഇവിടെ 0.8 ആണല്ലേ. ഇവിടെ 0.8 ആവുമ്പം ഈ 0.8നോട് ഇത് കുറച്ച് മുകളിലും ഇത് കുറച്ച് താഴെയല്ലേ ഇരിക്കുന്നത് ഈ ഫിഗർ നോക്കുമ്പം. സോ അപ്പോൾ ബി എന്ന് പറയുന്ന കോർഡിനേറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0.8നേക്കാൾ എപ്പോഴും ചെറുതായിരിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ ഓൾറെഡി ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. അങ്ങനെ ചിലപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡും ഈ സർക്കിൾസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും 2 ക്വസ്റ്റ്യൻസും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ടല്ലേ. ഇത് 2019 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറയുന്നത് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 24 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ PYQs റെഫർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. രണ്ടും ഏകദേശം സെയിം ഏരിയയിൽ നിന്ന് സെയിം മോഡൽ രീതിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ആംഗിൾ POQ = 90 ഡിഗ്രി. O is the center of the circle. Coordinates of Q are √3 1. What are the coordinates of P? Pയുടെ കോർഡിനേറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ്? OQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് സർക്കിൾ ആണല്ലോ. സോ OQ എന്ന് പറയുന്ന ഡിസ്റ്റൻസും OP എന്ന് പറയുന്ന ഡിസ്റ്റൻസും സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നമുക്ക് Pയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കാം. അത് പക്ഷേ നമ്മുടെ സമയം കളയുന്നതാണ്. അപ്പോൾ ഈ ഫിഗർ മാത്രം നോക്കിയത് നമുക്ക് ആൻസർ എളുപ്പത്തിൽ കിട്ടും. Q എന്ന് പറയുന്നത് നോക്കുക. Qവിൻ്റെ വൈ കോർഡിനേറ്റ് +1 ആണ്. അപ്പോൾ ഒരിക്കലും വൈ കോർഡിനേറ്റ് നെഗറ്റീവ് വരില്ല Pയുടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കട്ട് ചെയ്ത് പോയില്ലേ. അടുത്തത് നോക്കി. ഇനി എക്സ് കോർഡിനേറ്റിനാണ് പ്രശ്നം അല്ലേ. അതുപോലെ വൈ കോർഡിനേറ്റിൻ്റെ നമുക്ക് നോക്കാം. ഈ വൈ കോർഡിനേറ്റ് ഇതാ ഇവിടെ ഇത്തിരി താഴെയല്ലേ നിൽക്കുന്നത്. അതിനേക്കാളും വലുതായിരിക്കും നമ്മുടെ Pയുടെ വൈ കോർഡിനേറ്റ്. അങ്ങനെ നോക്കുമ്പോൾ വൈ കോർഡിനേറ്റ് ഒരിക്കലും 1 ആവില്ല.
അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് കോർഡിനേറ്റിലേക്ക് കിടക്കണം. ഇവിടെ √3 ആണ് എക്സ് കോർഡിനേറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ √3 എക്സ് കോർഡിനേറ്റ് വരിക എന്ന് പറയുമ്പം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് √3 എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഇത്രയും ഗ്യാപ്പ് അടുത്തതെന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ, ഇവിടെ പോസിറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ 1 ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ 1 ഉണ്ട്, -1 ഉണ്ട്. അപ്പം പോസിറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ഇല്ല 1ഉം √3യും തമ്മിൽ അല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് എന്തിലേക്ക് എത്താം? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് ഉള്ള രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇതിനേക്കാളും ചെറിയ ഡിസ്റ്റൻസ് ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനേക്കാളും ചെറിയ ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ. നമ്മൾ ചെയ്യാതെ വരെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് എലിമിനേറ്റ് ചെയ്തോ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും സ്യൂട്ടല്ല എന്നുള്ള രീതിയിൽ എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്തിയിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സർക്കിൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതും 2023 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ ദ ഫിഗർ ഒ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് എ ബി ഈസ് ദ ഡയമീറ്റർ. ഒ എ = 5 cm, പി ബി = 2 cm. ലെങ്ത് ഓഫ് കോഡ് സി ഡി ഈസ്. സി ഡി എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത് വേണം. ഇത് റേഡിയസ് എന്ന് പറയുന്നത് 5 cm ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് പി ബി എന്ന് പറയുന്നത് 2 cm ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ഡി ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒ പി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇത് പി ബി 2 ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 5 ആണേ. ഇവിടം തൊട്ട് ഇവിടം വരെ 5 cm ആണ്. അങ്ങനെയെങ്കിൽ ഇതെന്ന് പറയുന്നത് 3 ആയിരിക്കുമല്ലോ. ഇത് 5 ആണ്, ഇത് 3 ആണ്. ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ആ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. ഏതെങ്കിലും ഒരു 3 ആണെങ്കിൽ തൊട്ടടുത്ത സൈഡ് എന്ന് പറയുന്നത് 4 cm ആയിരിക്കും. സോ സി പി എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ 4 ആണ്. ഈ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അതായത് സി പിയും സി ഡിയും പി ഡിയും ഈക്വൽ ആയിരിക്കും. സോ 4 + 4 8 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഡയറക്റ്റായിട്ട് കിട്ടും. വളരെ ഈസിയാണ്. ഏതൊരു കോഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും ആ കോഡിൻ്റെ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതെന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം അങ്ങനെ വരുമ്പോൾ 4 + 4 = 8. നമ്മുടെ ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം പ്രോബബിലിറ്റിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. A 5-digit number is formed using all of the digits 1, 2, 3, 4, 5. What is the probability that the number is not divisible by 3? നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 1, 2, 3, 4, 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ 5 നമ്പേഴ്സിന് നമുക്ക് 5 ഡിജിറ്റ് നമ്പേഴ്സ് ഈ നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടാക്കാമല്ലോ. ഇഷ്ടം പോലെ 5 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് ഇത് 3യുടെ മൾട്ടിപ്പിൾ ആവാത്ത ഒരു 5 ഡിജിറ്റ് നമ്പറാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം 3യുടെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ആദ്യം നമുക്ക് അറിയണം അല്ലേ. ഒരു നമ്പർ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് ആ നമ്പേഴ്സ് കൂട്ടുന്നത് എന്തായിരിക്കില്ല? 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല ആ നമ്പറിന്. ഇവിടെ നോക്കിക്കേ, 1 + 2 + 3 + 4 + 5 എന്നാണ്. നമുക്ക് ഈ 4 നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലല്ലേ ആ 5 ഡിജിറ്റ് നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1 + 2 + 3 + 4 + 5 എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. സോ 1 + 2 3 വരും, 3 + 3 6 വരും, 6 + 4 10 വരും, 10 + 5 15 വരും അല്ലേ. അപ്പോൾ 15 എന്ന് പറയുന്നത് എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്, മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പോൾ ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും മൾട്ടിപ്പിൾ ഓഫ് 3 എന്നേ വരുള്ളൂ. സോ 3 ആയിട്ട് ഡിവിസിബിൾ അല്ലാത്തൊരു നമ്പറിൻ്റെ പ്രോബബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നമ്പർ ഉണ്ടായിരിക്കുമോ? ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്പേഴ്സ് എന്തല്ല, അപ്പോൾ ഈ നമ്പേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. ഈ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ 5 ഡിജിറ്റ് നമ്പർ വയ്ക്കുന്നത്. അപ്പോൾ ഇതല്ല, ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പം 15 കിട്ടുന്നു. അപ്പം 3 വെച്ചത് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും, അല്ല 3 വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ അങ്ങനെ മൾട്ടിപ്പിൾ അല്ലാത്തതിൻ്റെ പ്രോബബിലിറ്റി ചോദിച്ചേക്കുന്നത്. അപ്പോൾ കിട്ടുന്ന എല്ലാ നമ്പേഴ്സും 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് വരാം. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ത് വന്നേനെ? 1 വന്നേനെ. അടുത്ത ചോദ്യം, ദ വിക്കറ്റ്സ് ടേക്കൺ ബൈ എ ബൗളർ ഇൻ ക്രിക്കറ്റ് മാച്ചസ് ആർ ആസ് ഫോളോസ്. 2, 6, 4,
50212323. ഫൈൻഡ് ദ മോഡ്. സ്റ്റാർട്ട് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള മീൻ മീഡിയൻ മോഡ് എന്നുള്ള രീതിയിലേക്കാണ് മോസ്റ്റ് പ്രോബബിലിറ്റി കൂടുതലാണ് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി, അങ്ങനെ ആ ഒരു രീതിയിലേ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ മോഡാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ഐറ്റം ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഏതാ നോക്കുക? 2 ഉണ്ട്, അത് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് 6 ഇല്ല റിപ്പീറ്റ് ചെയ്തത്, 3 ആണുള്ളത്. 3 എന്ന് പറയുന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? 2 അല്ലേ. സോ ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആയതുകൊണ്ടാണ് അത് മാർക്ക് ചെയ്തിരിക്കുന്നത്. മിസ്റ്റേക്കാണ്, തെറ്റായിട്ടുള്ള ആൻസറാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് നമ്മൾ പെഡഗോഗിയിലെ ക്വസ്റ്റ്യൻ ആണ്. പെഡഗോഗിയിൽ നിന്ന് സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ഏരിയയാണിത്. ഈ ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻസ് അവരുടെ കോൺട്രിബ്യൂഷൻസും അവർ പറഞ്ഞിട്ടുള്ള പല പല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നമ്മൾ പഠിക്കണം. മാത്തമാറ്റിക്സ് ഈസ് എ വേ ടു സെറ്റിൽ ഇൻ ദ മൈൻഡ് ഓഫ് ചിൽഡ്രൻ എ ഹാബിറ്റ് ഓഫ് റീസണിങ്. ഇതാണ് നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്ന വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പഠിച്ചിട്ട് പോയവർക്ക് മാത്രമേ അത് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജോൺ ലോക്ക് ആണ് അത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പേര് രാമാനുജനെയൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. കേട്ടറ്റ് എക്സാം എഴുതുന്ന ആൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് രാമാനുജൻ എന്ന് പറയുന്നത്. രാമാനുജനെ, ആര്യഭട്ടനെ, ഭാസ്കരാചാര്യ, അതുപോലെ കാപ്രേക്കർ, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കേട്ടറ്റിനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്തത്. കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കോച്ചിങ് ടോസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതാണ്. HSAക്ക് മുൻപ് കേട്ടറ്റ് നേടുക എന്നത് ഒരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഡിസംബറിലെ കേട്ടറ്റ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉറപ്പായും ഡിസംബറിൽ തന്നെ കേട്ടറ്റ് മാക്സിമം എഴുതിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. സമയമില്ല എന്ന് കരുതരുത്, നമ്മൾ സമയം കണ്ടെത്തി തന്നെ പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.